എല്ലാ കൂട്ടുകാരെയും ഇന്നത്തെ വീഡിയോയ്ക്ക് വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. ഇന്ന് പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ശ്രമിക്കുന്നത്. അത് നിങ്ങൾക്കെല്ലാവർക്കും വളരെയേറെ ഇഷ്ടപ്പെടുകയും അതുപോലെ എല്ലാവർക്കും ഗുണപ്രദമായ ഒരു വീഡിയോ ആയിരിക്കും. അതായത് ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് അഗ്ലോണിമ. എന്നോട് പല ആൾക്കാരും അങ്ങനെ വിളിച്ച് പറയുകയുണ്ടായി. അപ്പം എനിക്ക് പറ്റിയ എൻ്റെ വീട്ടിലെ ചെടികളും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് കാണിച്ചു തരാം. ഈ ഒരു ചെടി രണ്ട് ചെടിയാണിത്. ഈ രണ്ട് ചെടിക്ക് 380 രൂപയാണ് ഇതിൻ്റെ വില. ഇതുപോലെ 6 ചെടികളുടെ നശിച്ചത് 2 ഇല മാത്രമേ ഉള്ളൂ. ഇത് കണ്ടു കഴിഞ്ഞാൽ കണ്ടോ, ഇല മുഴുവൻ ചീഞ്ഞു പോയി. അതുപോലെ ഇതുപോലെ നിങ്ങൾ പലർക്കും പറ്റിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഇത് എന്താണെന്നറിയില്ല, ഇതുപോലെ പോയി. അതുപോലെ ഇതാണ്ട് 8 മാസമായ ചെടിയാണ് ഞാൻ വാങ്ങിച്ചിട്ട്. ആ 8 മാസമായ ചെടി ഇപ്പോഴും നിൽക്കുന്ന പോലെയാണ്. ഇത് കണ്ടോ, ഇത് മുഴുവൻ പഴുത്തു പോയി. അതുപോലെ തന്നെ നമുക്കാണ് 150 രൂപയ്ക്ക് 200 രൂപയ്ക്ക് ഇടയ്ക്ക് ഒരു തൈക്ക് വിലയുള്ള ചെടിയാണിത്. ഇത് 5 ചെടികളാണ് ഞാൻ വാങ്ങിയത്. 5 ചെടിയും ഇതുപോലെ പോയി. ഒരു ചെടിയുടെ ചൂട് മാത്രം നിൽപ്പുണ്ട്, ബാക്കി 2 ചെടിയുണ്ട്. ബാക്കി 2 ചെടിയും നശിച്ചു പോയി. അപ്പം ഇത് വിൽക്കുന്ന ഓൺലൈനായിട്ട് തരുന്ന ആൾക്കാരെ കുറ്റം പറയുകയല്ല, അവരുടെ കുഴപ്പവുമല്ല. ഇത് നമ്മൾ വേറെ രാജ്യത്തു നിന്നും അതുപോലെ പല സ്ഥലത്തു നിന്നും വന്ന ചെടികളാണ്. ഇതിങ്ങ് വന്നു കഴിയുമ്പം തന്നെ നമ്മുടെ അന്തരീക്ഷവുമായിട്ട് യോജിക്കാൻ ഇതിന് ബുദ്ധിമുട്ട് വരും. അപ്പം ഇതിന് ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറേയൊക്കെ കേട് മാറ്റിയെടുക്കാമെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ ഞാൻ രണ്ടാമത് പോട്ടിംഗ് മിക്സ് ഉണ്ടാക്കി അതിൻ്റെ തട്ടാണ് ഇപ്പോൾ ഓരോ ഇലയൊക്കെ വരുന്നുണ്ട്. ഇത് പുതിയ നാമ്പുകൾ വരുന്നുണ്ട്. അത് എങ്ങനെയാണ് ഇങ്ങനെ പോട്ടിംഗ് മിക്സ് നമ്മൾ പ്രത്യേകം ഉണ്ടാക്കുന്നത് എന്നാണ് ഒന്നാമത്തെ. അതുപോലെ ഈ പോട്ടിംഗ് മിക്സ് ഉണ്ടാക്കാൻ നമ്മൾ ചകിരിച്ചോറ് നമ്മൾ വിലയ്ക്ക് വാങ്ങിക്കാതെ നമ്മൾ തന്നെ ഇതുണ്ടാക്കുക. അപ്പം വാങ്ങിക്കുന്ന ചകിരിച്ചോറെന്ന് പറഞ്ഞാൽ ഈ കൊക്കപ്പിരുന്ന അതിനകത്ത് മുഴുവൻ അതിൻ്റെ പൊടിയായിരിക്കും കൂടുതൽ, അതിൻ്റെ നാര് കുറവായിരിക്കും. അപ്പം നമ്മൾ തന്നെ ഇത് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരുപാട് നാര് വരും. അപ്പോൾ ആ നാരുണ്ടെങ്കിൽ തന്നെ ഒരുപാട് വെള്ളം ഇതിനകത്ത് കെട്ടി നിൽക്കാതെ വെള്ളം മുഴുവൻ വാർന്നു പോകും. അല്ലാത്ത പൊടിയാണെങ്കിൽ ഇത് വെള്ളം ഒരുപാട് കെട്ടി നിന്ന് ചെളി പോലെയാകും. അങ്ങനെ ഉണ്ടാകാതിരിക്കാനാണ് ഇങ്ങനൊരു പോട്ടിംഗ് മിക്സ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം ഇത് രണ്ടുമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പം നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഇത് മൊത്തമായി കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ പോട്ടിംഗ് മിക്സ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് കാണാം. ഇതേ രീതിയിൽ ഒരു ബക്കറ്റിലോ അതുപോലെ വലിയൊരു പാത്രത്തിലോ നിറയെ ചകിരി പെറുക്കിയിടുക. അതിലേക്ക് നിറച്ച് വെള്ളം ഒഴിച്ച് വെക്കുക. 2-3 ദിവസം കഴിയുമ്പോൾ ഈ ചകിരിയുടെ കറ ഇതിലേക്ക് ഇറങ്ങി വെള്ളം ഒരു പുകയുടെ കളറിൽ കിടക്കും. അപ്പോൾ ആ വെള്ളം ഊറ്റിക്കളയുക. അങ്ങനെ ഒരു 4-5 പ്രാവശ്യമെങ്കിലും ഈ ഊറ്റിക്കളഞ്ഞെങ്കിൽ മാത്രമേ ഇതിൻ്റെ കറ മുഴുവൻ പോകുള്ളൂ. കറ മുഴുവൻ പോയി കഴിയുമ്പോൾ വെള്ളത്തിൻ്റെ കളറ് സാധാരണ പച്ചവെള്ളത്തിൻ്റെ കളറാകും. മഴക്കാലത്താണെങ്കിൽ നാം മഴയത്ത് പെറുക്കിയിട്ടാൽ മതി. അതിൻ്റെ കറ മുഴുവൻ പോയി കഴിയുമ്പോൾ നമുക്ക് ചകിരി പെറുക്കിയെടുക്കാം. ഈ ചകിരിയൊക്കെ വെള്ളത്തിലിട്ട് അതിൻ്റെ കറ പോയതിന് ശേഷം എടുത്ത് വെച്ചിരിക്കുന്നതാണ്. നല്ല മൂർച്ചയുള്ള ഒരു വെട്ടുകത്തി ഉപയോഗിച്ച് ഇതേ രീതിയിൽ ഈ ചകിരി ചെറുതായിട്ട് കീറിയെടുക്കുക. എത്ര ചെറുതാക്കാമോ അത്ര ചെറുതായിട്ട് കീറിയെടുക്കുക. അതിനുശേഷം ഇതേ രീതിയിൽ ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. നല്ല മൂർച്ചയുള്ള കത്തിയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആവശ്യമുള്ള കൊക്കോപ്പിറ്റ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇതാ നമ്മുടെ കൊക്കോപ്പിറ്റ് റെഡി ആയിരിക്കുന്നു. ഈ കൊക്കോപ്പിറ്റ് ഉണ്ടാക്കുന്നതിന് നമുക്ക് ചിരവയോ മിക്സിയോ ഒന്നും ആവശ്യമില്ല. ഇഷ്ടംപോലെ നാരുണ്ട്. അപ്പോൾ ഇതൊരിക്കലും ഇതിനകത്ത് വെള്ളം കെട്ടി നിൽക്കുകയില്ല. നമ്മുടെ ഒഴിക്കുന്ന വെള്ളം അതുപടി നമ്മുടെ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഇതിൽ ഇപ്പോഴത്തേക്കും ബാക്കി കോളും. അപ്പം ഇതിട്ട് നമ്മൾ ചെടി നട്ട് കഴിയുമ്പം വേരോടാനും അതുപോലെ പുതിയ വേര് വരാനുമൊക്കെ വളരെയേറെ ഉപകാരമുള്ള ഒരു പോട്ടിംഗ് മിക്സറാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഒരു 2 പാത്രം കണക്കാക്കി കൊക്കോപ്പിറ്റ് എടുക്കുക. അതിലേക്ക് നമുക്കിത് ചേർക്കുന്ന മണ്ണാണ്. ചെളിമയമില്ലാത്ത മണ്ണെടുക്കുക. അതിൽ നന്നായിട്ട് മണലിൻ്റെ അംശം ഉണ്ടെങ്കിൽ മണൽ ചേർക്കണ്ട, അല്ലെങ്കിൽ കുറച്ച് മണലോട് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് നമ്മൾ 1 സ്പൂൺ കുമ്മായം ചേർത്ത് നല്ലിളക്കി യോജിപ്പിച്ച് നല്ല വേർതിട്ട് ഉണങ്ങിയെടുക്കുക. അത് വേണം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ഇങ്ങനെ കുമ്മായം ചേർത്ത് നമ്മൾ ഉണക്കിയെടുക്കുന്നതുകൊണ്ട് മണ്ണിനകത്തുള്ള കീടങ്ങളും പ്രാണികളൊക്കെ നശിച്ച് നമ്മുടെ ചെടിയെ വളരാൻ ഈ മണ്ണ് വളരെയേറെ സഹായിക്കുന്നതാണ്. കുറച്ച് കരിയും കൂടെ പൊടിച്ച് ഈ കൂടെ ചേർക്കാവുന്നതാണ്. കൂടാതെ ഇതിനകത്ത് വേണമെങ്കിൽ മുട്ടത്തോട് പൊടിച്ച് ചേർക്കാം. അതുപോലെ നമ്മുടെ തേയിലയുടെ വേസ്റ്റ് നന്നായി ഉണങ്ങി അതൊക്കെ വേണം ചേർത്ത് കൊടുക്കാം. ചെടി നന്നായി വളരുന്നതിന് ഇതൊക്കെ സഹായിക്കുന്നതാണ്. ഞാനിതിൽ ചേർത്തിരിക്കുന്ന മണ്ണും മണലും കരിപ്പൊടിയും
കുമ്മായവും മാത്രമാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ചാണകപ്പൊടി, അത്രയും ചാണകപ്പൊടി തന്നെ ഇതിലോട്ട് ചേർക്കണം. ചാണകപ്പൊടി ഇത്തിരി കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. അത് ഇതുപോലെ നന്നായി ഉണങ്ങി പൊടിഞ്ഞ ചാണകപ്പൊടി ആയിരിക്കണം. വാങ്ങിക്കുന്ന കൊക്കോപ്പിറ്റിൽ നാര് തീരെ കുറവായിരിക്കും. ഒന്നുകിൽ നിങ്ങൾ കൊക്കോപ്പിറ്റ് മേടിക്കുമ്പോൾ നാര് കൂടുതലുള്ള കൊക്കോപ്പിറ്റ് നോക്കി വാങ്ങുക. നാര് കുറവാണെങ്കിൽ ഇതിൽ നിന്നും വെള്ളം വാർന്നു പോവുകയില്ല. അപ്പോൾ ചെടിയുടെ വേര് അഴുകിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇത് ഉണ്ടാക്കിയെടുത്തത്. ഇതിപ്പോൾ നിങ്ങൾക്ക് ചകിരി ഒന്നും കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവർ കുഴപ്പമില്ല. നമ്മൾ വാങ്ങിക്കുന്ന കൊക്കോപ്പിറ്റിൽ കഴിവതും അതിനകത്ത് നിന്ന് ഇങ്ങനെ കുറഞ്ഞ് നമ്മൾ എടുക്കുമ്പം നാര് കൂടുതൽ കിട്ടും. അപ്പം ആ നാര് കൂടുതൽ കിട്ടി ചേർക്കുക, പൊടി അധികം ചേർക്കാതിരിക്കുക. ഉമ്മി ഉണ്ടെങ്കിൽ ആ ഉമ്മി ഈ കൊക്കോപ്പിറ്റിനോട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ വെള്ളം വാർന്നു പോകാൻ നല്ലതാണ്. ഇപ്പോൾ പൊടി കൂടുതലുള്ള കൊക്കോപ്പിറ്റാണെങ്കിലും കുഴപ്പമില്ല. ഇവിടെ ഇപ്പോൾ ഈ മിക്സ്ചർ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മളിവിടെ നേരിട്ടുണ്ടാക്കിയ കൊക്കോപ്പിറ്റ്, അതുപോലെ മണ്ണ്, മണൽ, കുമ്മായം, കരിപ്പൊടി ചേർത്ത മിശ്രിതവും അതുപോലെ തന്നെ നന്നായി ഉണങ്ങിപ്പൊടിച്ച ചാണകപ്പൊടിയുമാണ്. അപ്പം ഇത് നമുക്കിനി കൂട്ടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് മിക്സ് ചെയ്ത് ഒരാഴ്ച മാറ്റി വെച്ചേക്കുക. ചെടി നടുന്ന സമയത്ത് ആവശ്യാനുസരണം എടുത്ത് ഉപയോഗിക്കുക. അതുപോലെ തന്നെ നാം വാങ്ങുന്ന ചെടികൾ വീട്ടിൽ കൊണ്ടുവന്ന് ഒരാഴ്ചയെങ്കിലും നമ്മളൊരു ഒരു അധികം വെയിലടിക്കാത്ത സ്ഥലത്ത് വെക്കുക. അപ്പം നമ്മുടെ അന്തരീക്ഷമായിട്ട് ഒന്ന് യോജിച്ചതിന് ശേഷം വേണം നമ്മൾ നടാൻ. അതുപോലെ തന്നെ ആ കൊണ്ടുവന്ന പോട്ടിംഗ് മിക്സിൽ നിന്നും മാറ്റി സാഫ് കലക്കിയ വെള്ളത്തിൽ ചെടിയുടെ വേര് മുക്കി വെക്കുക. 10 മിനിറ്റിന് ശേഷം മാത്രമേ എടുത്ത് നടാവൂ. നമ്മൾ ഈ മിക്സർ ഉപയോഗിച്ച് ചെടി നടുമ്പോൾ ഇതിലേക്ക് കുറച്ച് എല്ലുപൊടി, അതുപോലെ കുറച്ച് വേപ്പിൻ പിണ്ണാക്ക്, കുറച്ച് സാഫ് പൊടിയും കൂടി ഇട്ട് നല്ലപോലെ ഇളക്കിയതിന് ശേഷം വേണം ചെടി നട്ടു കൊടുക്കാൻ. ഇപ്പോൾ കിട്ടുന്ന ചില എല്ലുപൊടിയിലൊക്കെ കെമിക്കൽ ഒക്കെ അടങ്ങിയിരിക്കുന്നു പറയുന്നു. അതുകൊണ്ട് നമ്മളൊന്ന് വെള്ളത്തിലിട്ട് കഴുകി ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങളും ഇതുപോലെയൊക്കെ പരീക്ഷിച്ച് നോക്കുക. വീണ്ടും അടുത്ത ദിവസം പുതിയൊരു വീഡിയോയുമായി കാണാം. അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം.